शांति। बाबा के इस प्यारे घर में आप सबका भी हार्दिक स्वागत है। ബാബയുടെ ഈ പ്രിയപ്പെട്ട വീട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ईश्वरीय परिवार आपस में मिलता है ഈശ്വരീയ പരിവാരം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ तो कितना അപ്പോൾ अच्छा എത്ര നല്ലതായി തോന്നാറുണ്ട്. कहीं भी आप നിങ്ങൾ जाते എവിടേക്കെങ്കിലും हैं പോകുമ്പോൾ और कोई बाबा ഏതെങ്കിലും ബാബയുടെ കുട്ടിയെ കാണുമ്പോൾ ഇവർ എന്റേതാണ് എന്ന ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. വിശേഷിച്ചും മധുബനിൽ विशेष मधुबन में और अपने പരിധിയില്ലാത്ത परिवार വീടിനെ को കാണുമ്പോൾ देखकर कितनी खुशी हो പരിധിയില്ലാത്ത ഈ ഹാളിനെ കാണുമ്പോൾ हाँ? ഇത്രയും വലിയ ഈശ്വരീയ പരിവാരത്തെ കാണുമ്പോൾ है വലിയ ദാദിമാരെ കാണുമ്പോൾ भाई बहनी എത്ര സന്തോഷമാണ് ഉണ്ടാവുന്നത്. कलयुग ഉണ്ടാവുന്നില്ലേ എല്ലാവർക്കും? वे भी बाबा पर कुर्बान है। बाबा की श्रीमत पर ഇത്രയും സഹോദരീ സഹോദരന്മാർ अपने जीवन को पवित्र കലിയുഗി ലോകത്തിൽ ഇരുന്നുകൊണ്ടും तो अपने आप में भी ബാബയിൽ സമർപ്പണമായിരിക്കുന്നത് എത്ര നല്ലതാണ്. उमंग ബാബയുടെ ശ്രീമതത്തിലൂടെ തൻ്റെ ജീവിതത്തെ പവിത്രവും യോഗിയുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. अपनी अपनी बातों के बीच സ്വയത്തിൽ ബലം നിറയ്ക്കുന്നു. मुश्किल ഉണർവ് ഉത്സാഹവും വരുന്നു. पर यहाँ जब देखते हैं അവരവരുടെ സ്ഥാനങ്ങളിൽ അവരവരുടെ വീടുകളിൽ बहुत सारे बाबा के അവരവരുടെ കാര്യങ്ങളിൽ तो हमें अपनी तकलीफें ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ मत आ जाती ഇവിടെ ഒറ്റയ്ക്കല്ല, जाता है, शक्ति बढ़ जाती ഇത്രയും ബാബയുടെ കുട്ടികളുണ്ട്. बाबा का सही ज्ञान നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നു പോകുന്നു. सब भक्त आत्मा से ധൈര്യവും വരുന്നു, ഉണർവ് ഉത്സാഹവും വരുന്നു, ശക്തിയും നിറയ്ക്കപ്പെടുന്നു. और ज्ञानी तू आत्मा ബാബയുടെ സത്യമായ ജ്ഞാനം കിട്ടി हम बने। നമ്മളെല്ലാവരും ഭക്താത്മാവിൽ നിന്നും ജ്ഞാനിത്വ ആത്മാവായി മാറി. सही परिचय प्राप्त करने के बाद ജ്ഞാനിത്വ ആത്മാവിൽ നിന്നും യോഗിത്വ ആത്മാവായി നമ്മളിപ്പോ മാറി. इधर उधर क्यों भटक എന്തുകൊണ്ടെന്നാൽ സത്യജ്ഞാനം हम खुद समझ जाते हैं ശരിയായ പരിചയം പ്രാപ്തമാക്കിയതിനു ശേഷം बन जाता है മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇവിടെയും അവിടെയും और किसी എന്തിനാണ് അലയുന്നത്? से कोई फायदा നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞു. उसमें आत्मा की നമുക്ക് ലക്ഷ്യവും ഉണ്ടായി. तो क्यों नहीं മറ്റാരുടെയും ഓർമ്മയിലൂടെ एक ഒരു പ്രയോജനവും ഇല്ല എന്ന്. അതിൽ ആത്മാവിന്റെ ഒരു ഉന്നതിയും ഇല്ല. है അപ്പോ എന്തുകൊണ്ട് दिन रात ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും लगे हुए हैं ഒരു ബാബയുടെ ഓർമ്മയിൽ വെച്ചുകൂടാ? निरंतर നമ്മളെല്ലാവരും പുരുഷാർത്ഥികളാണ്. രാത്രിയും പകലും रंग में रहे। ലഹരിയിൽ മുഴുകിയിരിക്കുന്നു. ऐसी लगन लग जाए, ऐसी एकाग्रता आ जाए നിരന്തരം ബാബയുടെ ഓർമ്മയുടെ बाबा को भूले नहीं। സുഖത്തിന്റെയും ആനന്ദത്തിന്റെയും ഇരിക്കുന്നു. अनेक जन्मों की भक्ति ഇത്രയും ലഹരിയിൽ മുഴുകുന്നു, ഏകാഗ്രത വരുന്നു.
स्वयं भगवान ഒരു ക്ഷണം आकर പോലും ब्रह्मा നമുക്ക് मुख ബാബയുടെ से ഓർമ്മ മറന്നു പോകുന്നില്ല. हमें समझा रहे हैं। അനേക ജന്മങ്ങളുടെ ഭക്തിയുടെ ഫലം तो याद की ഇപ്പോ तीव्रता കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. माना एकाग्रता। സ്വയം ഭഗവാൻ വന്ന് ബ്രഹ്മാമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുടെ തീവ്രത അർത്ഥം ഏകാഗ്രത, ലഹരി, वही लगन अतीन्द्रिय आनंद का अनुभव നിരന്തരം. अब हमारी കണ്ടിന്യൂസ് ആയ നിരന്തര ലഹരി ഉണ്ടായിരിക്കണം. आज भी बाबा ने ആ ലഹരി തന്നെയാണ് അതീന്ദ്രിയ ആനന്ദത്തിന്റെ അനുഭവം से ചെയ്യിപ്പിക്കുന്നത്. बाबा कह रहे हैं कि देह से भी ഇപ്പോ നമ്മുടെ ബുദ്ധി, ഇന്നും ബാബ പറഞ്ഞുവല്ലോ, ध्यान भी छोड़ दो, 2-3 മുരളികളിലായി ബാബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, शरीर भी अपना नहीं, कुछ भी ദേഹത്തിൽ अपना നിന്ന് नहीं। പോലും ബഗറാകൂ, യാചകനാകൂ. बाबा ही सब कुछ अर्थम अपना है। ദേഹബോധം ഉപേക്ഷിക്കൂ. तो हमारी बुद्धि और ശരീരം പോലും തൻ്റേതല്ല, ഒന്നും തൻ്റേതല്ല, कहीं फंसे नहीं, न्यारी എൻ്റേത് എല്ലാം ബാബ തന്നെയാണ്. वही जीवन पद्धति അപ്പോ നമ്മുടെ ബുദ്ധി മറ്റു കാര്യങ്ങളിലേക്ക് പോകില്ല, सिखा रहे हैं। എവിടെയും കുടുങ്ങില്ല, शांति से बैठ വേറിട്ടിരിക്കും. लंबे काल का आध्यात्मिक जीवन जब हम अपना ആ ജീവിത പദ്ധതിയാണ് ദിവസവും ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. 10 साल से 20 साल से ശാന്തമായി ഇരുന്ന് 40 साल से 50-60 वर्ष വളരെ കാലത്തെ ആധ്യാത്മിക ജീവിതം നമ്മൾ നോക്കുമ്പോൾ खुद साक्षी होकर खुद के ചിലര് 10 വർഷം കൊണ്ട്, 20 വർഷം കൊണ്ട്, 30 വർഷം കൊണ്ട്, 40 വർഷം കൊണ്ട്, 50 വർഷം കൊണ്ട് ബാബയുടെ കുട്ടിയായിട്ട് ജീവിക്കുന്നുണ്ട്. देखते हैं तो महसूस होता है कि നമ്മളെ സാക്ഷിയായി നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ, സംഗമയുഗത്തെ നോക്കുമ്പോൾ सभी बातों से निकाल रहे हैं। ബാബയുടെ കാര്യത്തെ നോക്കുമ്പോൾ लाइट मुक्त कर रहे हैं, हल्का बना रहे हैं। എങ്ങനെയാണ് ബാബ നമ്മളെ പതുക്കെ പതുക്കെ എല്ലാ കാര്യത്തിൽ നിന്നും में चलना വേർപെടുത്തുന്നത് എന്ന അനുഭവം जीवन ഉണ്ടാകും. को लाइट बनाने की विधि है। ലൈറ്റ് हम മുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു, हैं ഭാരരഹിതമാക്കിക്കൊണ്ടിരിക്കുന്നു. कि जैसे വാസ്തവത്തിൽ बाबा कहते ജ്ഞാനത്തിൽ हैं, നടക്കുക തന്നെയാണ് हम ജീവിതത്തെ ലൈറ്റാക്കി മാറ്റുന്നതിന്റെ വിധി. नहीं जाते हैं। നമുക്ക് ഭാരം ഉണ്ടാകുന്നതിന്റെ കാരണം बाबा के बनने से ही ബാബ പറയുന്നത് പോലെ क्योंकि कोई मेरा നമ്മൾ സ്വയത്തെ പരിവർത്തനപ്പെടുത്തി പോകുന്നില്ല. अपनेपन का अनुभव बाबा से होता। ബാബയുടേതായി മാറുന്നതിലൂടെ തന്നെയാണ് ഭാരരഹിതമാകുന്നത്. कोई नहीं है, अकेले हैं, എന്തുകൊണ്ടെന്നാൽ എന്റേത് हो जाता। ഉണ്ട് എങ്കിൽ ആ എൻ്റെ എന്ന അനുഭവം ബാബയുമായിട്ട് നമുക്കുണ്ടാകും. ആരുമില്ല, ആരുമില്ല, ഞാൻ തനിച്ചാണ്. शाली അപ്പോൾ മനുഷ്യന് ഭാരം ഉണ്ടാവുന്നു. अविनाशी सहारा हम बच्चों को मिल गया है। तो പക്ഷേ जैसे ഒരു ശക്തിശാലി चिंत हो गए, അവിനാശിയായ हल कोई ഒരു अपना അഭയം ना हो, നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. संबंधों में स्वार्थ हो, मतलब हो,
पर इस विशाल നമ്മൾ ഉള്ളുകൊണ്ട് നിശ്ചിന്തമായതുപോലെയാണ്. बाबा അതായത് ആരും एक തൻ്റേതായിട്ടില്ലെങ്കിലും ऐसी सूक्ष्म लेकिन സംബന്ധങ്ങളിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ പോലും अथॉरिटी है പക്ഷേ ഈ വിശാലമായ ലോകത്തിൽ हमने जाना है, पहचाना है, अपना बनाया है. ബാബ ഇത്രയും സൂക്ഷ്മവും ഗുപ്തവും ये अपना സത്യമായ അതോറിറ്റിയുമാണ്. हम सभी ആ बोझ से അതോറിറ്റിയെ ഞാൻ അറിഞ്ഞു, തിരിച്ചറിഞ്ഞു, തൻ്റേതാക്കി മാറ്റി. कोई है जो मेरे साथ है. ഈ എൻ്റേത് എന്ന ഭാവം വരുമ്പോൾ मेरे लिए शुभ നമ്മളെല്ലാ सोचते ഭാരത്തിൽ हैं, നിന്നും ऊंची नजर മോചിതനാകുന്നു. रखते हैं, शुभ ആരെങ്കിലും भावना रखते എൻ്റെ हैं, കൂടെയുണ്ട്, मुझमें हिम्मत और बल भरते हैं. എന്നെ സഹായിക്കുന്നുണ്ട്, हर क्षण मेरे साथ है. എന്നെക്കുറിച്ച് ശുഭം ചിന്തിക്കുന്നുണ്ട്, വളരെ ഉയർന്ന ദൃഷ്ടി വയ്ക്കുന്നുണ്ട്, ये महावाक्य ശുഭഭാവന വയ്ക്കുന്നുണ്ട്, എന്നിൽ ധൈര്യവും ബലവും നിറയ്ക്കുന്നുണ്ട്, वहाँ मैं तुम्हारे साथ. ഓരോ ക്ഷണവും എന്നോടൊപ്പമുണ്ട്, बाबा के ये प्यार भरे वचन ഞാനുണ്ടല്ലോ. हमें निश्चिंत ബാബയുടെ ഈ മഹാവാക്യം और ये सिर्फ എവിടെ നീ ഓർമ്മിക്കുന്നുവോ ഞാൻ അവിടെ നിന്റെ കൂടെയുണ്ട്. निराकार ही ബാബയുടെ ഈ कल्याणकारी സ്നേഹം हो നിറഞ്ഞ सकता വാക്ക് है. നമ്മളെ നിശ്ചിന്തവും हर क्षण हर ഭാരരഹിതവുമാക്കി മാറ്റുന്നു. केवल वो ही साथी ഇത് പറയാനുള്ള കാര്യമല്ല. तो जितना आप मन ही मन നിരാകാരം തന്നെയാണ് കല്യാണകാരിയാകുന്നത്. जुड़ते रहते हैं, बात करते रहते हैं, ഓരോ ക്ഷണവും ഓരോ സ്ഥാനത്തും connected अपने ആ आप को നിരാകാരം अनुभव തന്നെയാണ് करते हैं. സാക്ഷിയാകുന്നത്. तो അപ്പൊ എത്രത്തോളം अकेलापन खत्म हो जाता है. മനസ്സ് ബാബയുമായി യോജിപ്പിക്കുന്നുവോ, ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ, हम बिल्कुल ബാബയുമായിട്ട് കണക്ട് ചെയ്താൽ അതിൽ നിന്ന് അനുഭവം ഉണ്ടാകുന്നു. बाबा ने അപ്പോൾ कहा, बेहद का ആ मैं തനിച്ച് बन എന്ന बेहद അവസ്ഥ ഇല്ലാതാകും. मैं बाबा का ഇതിലൂടെ നമ്മൾ തികച്ചും ഭാരരഹിതമാകുന്നു. ये जो दिल का सौदा है हम सब ബാബ പറയാറില്ലേ, പരിധിയില്ലാത്ത ഞാൻ, എൻ്റെ എന്ന ഭാവം. ഞാൻ ബാബയുടെ, ബാബ എൻ്റെ. अब तक हम खुद सभी बातों को ढोते थे. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വ്യാപാരം ബാബയുമായിട്ടുള്ള गृहस्थी, ഇതാണ് നമ്മളെ ഭാരരഹിതമാക്കുന്നത്. प्रवृत्ति, नौकरी है ना, ഇപ്പൊ വരേക്കും നമ്മൾ सब बोझ എല്ലാ उठा के കാര്യങ്ങളെയും തലയിൽ കയറ്റിവെക്കുന്നു. ഗൃഹസ്ഥി, ये सलौकिक जन्म പരിവാരം, പ്രവൃത്തി, बाबा ने बच्चा बना दिया. ജോലി, എല്ലാത്തിലും कहाँ मालिक बन के എല്ലാ ഭാരവും നമ്മൾ കയറ്റി ജീവിക്കുന്നു. मैं करते थे, अधिकार रखते थे, ഈ അലൗകിക ജന്മത്തിൽ नहीं कोई मानते थे तो ബാബ अपनी നമ്മളെ കുട്ടിയാക്കി മാറ്റി. दुखी होते थे. നമ്മൾ അധികാരിയായി हल्का നടന്നിരുന്നു. कि तुम ഞാൻ എന്ന് പറഞ്ഞിരുന്നു, അധികാരം കാണിച്ചിരുന്നു. बाबा मालिक हैं. ആരെങ്കിലും മാനിച്ചില്ല എങ്കിൽ അപമാനിക്കപ്പെടുമായിരുന്നു, ദുഃഖിയാകുമായിരുന്നു. तो जो मिथ्या ബാബ നമ്മളെ ഭാരരഹിതമാക്കി മാറ്റി. അതായത് നീ എൻ്റെ കുട്ടിയാണ്, करना हमें ബാബ അധികാരിയാണ്, कुछ संभालना हमें ही है, നീ ബാബയുടെ കുട്ടിയാണ്. क्योंकि कर्म तो आत्मा को ही करना है. ഏതൊരു മിഥ്യ അഭിമാനം ഉണ്ടായിരുന്നുവോ, ഭാരമുണ്ടായിരുന്നുവോ, से हल्कापन आ അതായത് എല്ലാം ചെയ്യുക തന്നെ വേണം, എല്ലാം നോക്കേണ്ടതും നമ്മൾ തന്നെയാണ്. बैठा है. എന്തെന്നാൽ ആത്മാവിന് കർമ്മം ചെയ്യുക തന്നെ വേണം. പക്ഷേ മനോസ്ഥിതി മാറുന്നതിലൂടെ ഭാരരഹിതമാകുന്നു. होता है.
എന്തെന്നാൽ ബാബ ഇരിക്കുന്നുണ്ടല്ലോ, അധികാരി ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ആ അധികാരിയുടെ में കുട്ടികളാണ്. बच्चा खेलता है पर सूक्ष्म में अटेंशन എങ്ങനെയാണോ रहता കുട്ടി है कि माँ बैठी है, നിശ്ചിന്തമായിരിക്കുന്നത്, है ना, इंटरनली നിങ്ങൾ कनेक्ट കണ്ടിട്ടുണ്ടാവുമല്ലോ, होता है, इसलिए निश्चिंत निर्भय होकर खेलता रहता കുട്ടി സ്വയം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ है, सिर्फ बार बार अटेंशन സൂക്ഷ്മത്തിൽ रहता है ശ്രദ്ധയുണ്ടാകും. ആ അച്ഛൻ ഇരിക്കണ്ടല്ലോ, അമ്മ ഇരിക്കുന്നുണ്ടല്ലോ, कोई है, ഉള്ളുകൊണ്ടൊരു കണക്ഷൻ ഉണ്ടാകും. बस ऐसे ही അങ്ങനെ നിശ്ചിന്തമായി നിർഭയമായി हमें है, ആ കുട്ടി കളിക്കും. और अंदर പക്ഷെ ഇടയ്ക്കിടയ്ക്ക് आत्मा को ശ്രദ്ധയുണ്ടാകും, ആ आता है എനിക്ക് അമ്മയുണ്ട്, ആ അച്ഛനുണ്ട്, ആ ഇവരുണ്ട്. है बाबा, उसकी अमी नजर പ്രാക്ടിക്കലി നമുക്കെല്ലാം ചെയ്യുക തന്നെ വേണം. की कल्याण പക്ഷേ ഉള്ളുകൊണ്ട് ആത്മാവിനറിയാം ബാബ ഇരിക്കുന്നുണ്ട് എന്ന്. ബാബ हमें ഉണ്ട്. देख रहा है, कोई हमारा जिम्मेवार बैठा है. ആ ബാബയുടെ മംഗളകാരി ദൃഷ്ടി, സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. हर रीति से बाबा ആരോ എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ ഉത്തരവാദിത്വത്തെ എല്ലാം നോക്കുന്നുണ്ട്. तो ये हल्कापन, निश्चिंतता, ഹൃദയം കൊണ്ട് നമ്മൾ ബാബയുടേതാകുമ്പോൾ तो എല്ലാ രീതിയിലും എല്ലാ സംബന്ധങ്ങളും ബാബയുമായി യോജിപ്പിക്കുമ്പോൾ चिंता है, ഈ ഭാരരഹിതമായ അവസ്ഥ, നിശ്ചിന്തത, है, നിർഭയത എല്ലാം വരുന്നു. तो याद में नहीं रह सकते हैं, वो बात അപ്പോൾ ബുദ്ധിക്ക് ഓർമ്മയിലിരിക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും നമുക്ക് ചിന്തയുണ്ട്, ഭയമുണ്ട്, വേദന ഉണ്ട്, ദുഃഖമുണ്ട് എങ്കിൽ हमारे हिसाब से ही आती है. ഓർമ്മയിലിരിക്കാൻ സാധിക്കില്ല. ആ കാര്യങ്ങളെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കും. परिस्थितियां तुम्हारी कमजोरी की ही रचना है. ആ കാര്യങ്ങളെ നമുക്ക് തന്നെ മറികടക്കണമല്ലോ, നമ്മുടെ കണക്ക് കൊണ്ട് തന്നെയല്ലേ വന്നത്. കഴിഞ്ഞ സൺഡേ മുരളിയിലെ ബാബ പറഞ്ഞുവല്ലോ, പരിതസ്ഥിതികൾ നിങ്ങളുടെ ദുർബലതകളുടെ രചനയാണ് എന്ന്. हम इतने सेंसिबल बन गए, നിങ്ങളുടെ ദുർബലതയുടെ കാരണം തന്നെയാണ് പരിതസ്ഥിതികൾ വരുന്നത്. बातें आती है और समझ में आ जाता है. ബാബയുടെ ജ്ഞാനം നമ്മുടെ വിവേകത്തെ തുറന്നു തന്നു, നമ്മളെ വിവേകശാലിയാക്കി മാറ്റി. के कारण नहीं आई है. ഇപ്പോൾ ഒരു പരാതിയുടെ കാര്യം പോലും ഇല്ല. കാര്യങ്ങൾ വരുന്നു, അപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നു, ഇത് ഈ പരിതസ്ഥിതികൾ आपको चुकाना है, മറ്റാരുടെയും കാരണങ്ങൾ കൊണ്ടല്ല വന്നത്, है ही है. എൻ്റെ തന്നെ കർമ്മക്കണക്കനുസരിച്ചിട്ടാണ് വരുന്നത്. तो आत्मा हल्की रहती, അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഈ കർമ്മക്കണക്കുകൾ തീർക്കണം. अपना बनाकर എന്തുകൊണ്ടെന്നാൽ ബാബ കൂടെയുണ്ടല്ലോ. कीचड़ से अली, അപ്പോൾ ആത്മാവ് ഭാരരഹിതമാകും. कीचड़ ही तो भारीपन ഇപ്പൊ है. നോക്കൂ, ബാബ തൻ്റെതാക്കി मिट्टी का ही तो वजन है. നമ്മളെ കമലപുഷ്പമാക്കി മാറ്റി. आत्मा तो है ही लाइट. അഴുക്കിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അഴുക്ക് തന്നെയാണല്ലോ ഭാരം. ये विकार है वास्तव में एक प्रकार से മണ്ണിനാണല്ലോ ഭാരമുള്ളത്. अटैचमेंट है, लगाव है. ആത്മാവ് ലൈറ്റാണ്. अटैचमेंट आत्मा को भारी कर देती, वो जंजीर बन जाती. വാസ്തവത്തിൽ എല്ലാ വികാരവും देखो कुछ भी ഒരു आप പ്രകാരത്തിൽ attach हो അറ്റാച്ച്മെന്റ് जाए ആണ്. तो आप भारी हो जाएंगे. आपके पाँव से कुछ बांध दिया जाए, അറ്റാച്ച്മെന്റ് ആത്മാവിന് ഭാരം കൊടുക്കും, അത് ചങ്ങലയായിട്ട് वो മാറും. हमें भारी कर देता है. ഇപ്പൊ എന്തെങ്കിലും നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ देह से अटैच हो നിങ്ങൾക്ക് ഭാരം ഉണ്ടാവും. तो काम वासना की वृत्तियों ने
അത് और നമ്മളെ देह में हमें ഭാരിച്ചതാക്കുന്നു. न खुद के देह भान ആത്മാവ് लेकिन और ദേഹത്തിൽ देहधारी നിന്നും के आकर्षण ദേഹത്തോട് से അറ്റാച്ചായി. वो बोझ भी आत्मा में आ जाता അപ്പോൾ കാമവാസനകളുടെ വൃത്തികൾ നമ്മളെ കൂടുതൽ वो ദേഹത്തിൽ कामना കുടുക്കി. वासना पूरी नहीं होती तो गुस्सा आता है സ്വയത്തിന്റെ ദേഹബോധം മാത്രമല്ല, മറ്റു ദേഹധാരികളുടെ ആകർഷണത്തിലൂടെ ആ ഭാരം ആത്മാവിലേക്ക് വന്നു. देह संबंधों में अटैचमेंट मोह कहा गया. ആ കാമനകളും വാസനകളും പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കോപം വരും. ധനത്തോട് അറ്റാച്ച്മെന്റ് ആകുമ്പോൾ അതിനെ ലോഭം എന്ന് പറയും. ദേഹസംബന്ധങ്ങളിൽ അറ്റാച്ച് വരുമ്പോൾ മോഹം എന്ന് പറയും. അവനവന്റെ നാമരൂപം, പൊസിഷൻ ഇതിനോട് അറ്റാച്ച് ആകുമ്പോൾ, അതിന്റെ ഗുണവിശേഷതകളുമായിട്ട് അറ്റാച്ച് ആകുമ്പോൾ അഭിമാനം എന്നതിനെ പറയുന്നു. ഈ വസ്തുക്കളാണ് നമ്മളെ ഭാരം ഉള്ളതാക്കി മാറ്റുന്നത്. ബാബ പവിത്രമാക്കി നമ്മളെ മാറ്റുന്നു. നമ്മുടെ ദൃഷ്ടി, വൃത്തി, സ്മൃതി ബാബ എല്ലാം ചേഞ്ച് ചെയ്തു. സ്വയത്തിന്റെ ദേഹത്തിലും കുടുങ്ങുന്നില്ല, നാമരൂപത്തിന്റെ ആകർഷണത്തിലും കുടുങ്ങില്ല, ധനത്തിലും സാധനങ്ങളിലും സംബന്ധങ്ങളിലും കുടുങ്ങുന്നില്ല. ബാബ ആത്മാവിന്റെ പാഠം തന്ന് ആത്മാവിനെ സ്വയത്തോട് ബന്ധിപ്പിച്ച് എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാക്കി. ഏതെങ്കിലും വസ്തുക്കൾ ശുദ്ധമാകുമ്പോൾ ഭാരം ഇല്ലാതാകാറുണ്ട്. എന്തെങ്കിലും മിക്സ് കലർപ്പുണ്ടാകുമ്പോൾ ഭാരമുണ്ടാവും. ശുദ്ധമായ സ്വർണം ഭാരരഹിതമാകാറുണ്ട്. അപ്പൊ എത്രത്തോളം ആത്മാവ് ശുദ്ധമാകുന്നുവോ, കമലമാകുന്നുവോ, അപ്പോൾ ഭാരരഹിതമാകും. വികാരം, ദേഹാഭിമാനം ആത്മാവിനെ ഭാരിച്ചതാകുന്നു. ഇത്രയും വലിയ ബോധത്തിൽ നിന്നും ബാബ നമ്മളെ വേറിട്ടതാക്കി. അതായത് നീ ഇതല്ല, നീ ഇതിൽ നിന്നും വേറിട്ടതാണ്. ഈ ബോധം ബാബ പരിവർത്തനപ്പെടുത്തി. അതുകൊണ്ട് ഈ അഭ്യാസം വളരെ അത്യാവശ്യമാണ്. എന്താണോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അത് ഞാനല്ല, ഞാൻ ഇതിൽ നിന്നും വേറിട്ടതാണ്. ഈ വേറിടുന്നത് തന്നെയാണ് ഭാരരഹിതമായ അവസ്ഥ. അതുകൊണ്ട് ദിവസവും സൈലൻസിലിരുന്ന് ബാബയുടെ ഓർമ്മയുടെ സമയത്ത് നമ്മൾ ആദ്യം സ്വയത്തെ റിയലൈസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അനുഭവം ചെയ്യണം, ഞാൻ ഇതിൽ നിന്നും വേറിട്ടതാണ്. ശുദ്ധമാകുമ്പോഴാണ് ഭാരരഹിതമാകുക. അപ്പോ ബുദ്ധി എവിടെയും മുങ്ങിപ്പോവില്ല. എല്ലാം കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും എല്ലാവരുടെ കൂടെ നടന്നുകൊണ്ടും, പക്ഷെ ആത്മാവ് എവിടെയും കുടുങ്ങില്ല. ഉള്ളുകൊണ്ട് വേറിട്ടതായിരിക്കും. പ്രാക്ടിക്കലി വേറിടുന്നതിന്റെ 3 കാര്യങ്ങൾ ബാബ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ പാപം ആത്മാവിനെ ഭാരിച്ചതാക്കുന്നു, ബുദ്ധിയെ കല്ലാക്കി മാറ്റുന്നു.
वही जड़ കല്ലായി മാറുക എന്ന് വെച്ച കല്ലിന്റെ കാര്യമല്ല പറഞ്ഞത്. घर बनना है। ബുദ്ധി ജഡാവസ്ഥയാകുന്നു, तो വിവേകം पाप करते നഷ്ടപ്പെടുന്നു. करते करते बुद्धि श्रापित हो गई। സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അതാണ് ജഡമാകുക എന്ന് പറയുന്നത്. അതാണ് ബുദ്ധിയെ കല്ലാക്കി മാറ്റുന്നത്. बाबा के ज्ञान ने പാപം ചെയ്ത് ചെയ്ത് ബുദ്ധി ശപിക്കപ്പെട്ടു, കല്ലായി മാറി. सब बातें समझ में आने लगी। സത്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. इसलिए अब हम सब ബാബയുടെ ജ്ഞാനം മൂന്നാമത്തെ കണ്ണ് തുറന്നു തന്നു. कि नए कोई ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നു. इस अलौकिक അതുകൊണ്ട് जन्म में अब हम ज्ञानी तो आत्मा बन गए। ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും നിർണയം में डूब के खाते थे, അതായത് ഇനിയൊരു പുതിയ പാപകർമ്മം ഞാൻ ചെയ്യില്ല. ഈ അലൗകിക ജന്മത്തിൽ ഇപ്പൊ നമ്മൾ ജ്ഞാനീത്വാത്മാവായി मन वचन അജ്ഞാനം കാരണം വികാരത്തിൽ മുങ്ങിക്കുളിച്ചു विकारों के പാപം वश ചെയ്തുകൊണ്ടിരുന്നു. कोई पाप नहीं करना है। मुझे ഇപ്പോൾ अपने ബാബ स्वधर्म ജ്ഞാനം से തന്നു. चलित नहीं होना है। അപ്പോ ആത്മാവായ എനിക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും വികാരങ്ങൾ വശപ്പെട്ടുകൊണ്ട് ഒരു പാപകർമ്മവും ഞാൻ ചെയ്യില്ല. मेरे निजी गुण धर्म ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കില്ല. से विचलित होकर मुझे कोई कर्म नहीं करना। എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, സത്യമാണ്, പവിത്രതയാണ്, പ്രേമമാണ്. स्थिति कहते हैं ना, ഇതെന്റെ നിജ ഗുണധർമ്മമാണ്. खुद खुद में रहो ऐसा कह ഇതിൽ നിന്നും വ്യതിചലിക്കപ്പെട്ട് എനിക്കൊരു കർമ്മവും अपने आप ചെയ്യരുത്. में बसो। സ്വധർമ്മസ്ഥിതി എന്നല്ലേ പറയാറ്. हम लेसन में हमें सिखाते। സ്വയത്തിൽ ഇരിക്കൂ. എല്ലാ ധർമ്മത്തിലും ഇങ്ങനെയല്ലേ പറയാറ്. मूल बातें സ്വയത്തിൽ बताई തന്നെ हैं कि ഇരിക്കൂ. सभी विकारों की जड़ विराग और द्वेष। जहाँ ആ കാര്യമാണ് ബാബ പ്രഥമ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. द्वेष भी नेगेटिवली हमें आत्माओं से अटैच करती। എല്ലാ വികാരങ്ങളുടെയും വേര് രാഗവും വിദ്വേഷവുമാണ്. ഇതാണ് മുഖ്യമായ കാര്യം. द्वेष माना कोई आगे बढ़ता है देख नहीं सकते। ദ്വേഷം പോലും जो द्वेष നെഗറ്റീവായി മറ്റ് ആത്മാവുമായി അറ്റാച്ച് ആക്കുന്നു. जो आज ആരോട് വൈരാഗ്യമുണ്ടോ ദ്വേഷമുണ്ടോ, उसमें भी जिससे ദ്വേഷം അർത്ഥം ईर्ष्या है, दुश्मन ആരെങ്കിലും മുന്നോട്ട് വളർന്നു പോകുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് चिंतन रहे। ദ്വേഷം എന്ന് പറയുന്നത്. नेगेटिव रूप से ബാബ ഇന്ന് അസൂയയെക്കുറിച്ച് പറഞ്ഞുവല്ലോ. वो भी आत्मा को ആരോട് നമുക്ക് ദേഷ്യമുണ്ടോ വൈരാഗ്യമുണ്ടോ ശത്രുതയുണ്ടോ, ആ ആളെക്കുറിച്ച് ബുദ്ധിയിൽ ചിന്തനം നടന്നുകൊണ്ടിരിക്കും. അത് നെഗറ്റീവ് രൂപത്തിൽ ഒരു അറ്റാച്ച്മെന്റ് ആത്മാവുമായിട്ട് ഉണ്ടാകും. അതും ആത്മാവിനെ ഭാരിച്ചതാക്കുന്നു. അതുകൊണ്ട് രാഗവും പാടില്ല, ശത്രുതയും പാടില്ല. ആരോടും സമർപ്പണമാകാനും പാടില്ല, ആരോടും വെറുപ്പും പാടില്ല. प्यारा बनने की व्यवस्था बनी हुई है। आप ഡ്രാമയുടെ രചന തന്നെ വേറിട്ടിരിക്കുന്നതിൻ്റെതാണ്, സാക്ഷിയാകുന്നതിൻ്റെതാണ്. तो शरीर छोड़ के जाना ही है और डिटैच होना ही है। ये परमानेंट ഡ്രാമയിൽ പെർമനന്റ് വേറിട്ടിരിക്കുന്നതിന്റെ വ്യവസ്ഥ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. पूर्वक അപ്പൊ നിങ്ങൾ ജ്ഞാനം കൊണ്ട് വിവേകപൂർവ്വം ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കൂ. അല്ല എങ്കിൽ ശരീരം വിട്ടു പോവുക തന്നെ വേണം, ഡിറ്റാച്ച് ആവുക തന്നെ വേണം. ഇത് പെർമനന്റ് ആയ സെറ്റിംഗ് ആണ്. बनेगा। ആരാണോ ജീവിച്ചിരിക്കെ വിവേകപൂർവ്വം വേറിട്ടിരിക്കുന്നത് सिस्टम है कि आयु होने पर आत्मा को അവർ സന്തോഷത്തിന്റെ അനുഭവത്തോടൊപ്പം ഇരിക്കും. പക്ഷെ ആരാണോ ജ്ഞാനത്തിലൂടെ വേറിട്ടിരിക്കാത്തത്, आत्मा सुख की
की अनुभूति में नहीं जाए। അവർ നിർബന്ധപൂർവം ഡ്രാമയുടെ സിസ്റ്റം ഏതാണോ ആയുസ് വരുമ്പോ അല്ലെങ്കിൽ ആയുസ് പൂർത്തിയാകുമ്പോൾ ആത്മാവിന് ശരീരം വിടണം, ഈ തരത്തില് ബുദ്ധി വലിക്കും. അപ്പോൾ ആത്മാവിന് സുഖത്തിന്റെ അനുഭൂതിയിലേക്ക് പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദിവസവും മനസ്സിലാക്കി തന്ന് ബാബ നമ്മളെ ഡിറ്റാച്ച് ആക്കുകയാണ്. ലൈറ്റ് ആയിരിക്കുന്നതിന്റെ വിധി തന്നെയാണ് ഡിറ്റാച്ച് ആയിരിക്കുക എന്നത്. വേറിട്ടിരിക്കുക, സാക്ഷിയായിരിക്കുക. അതുകൊണ്ട് ഏറ്റവും മുഖ്യമായ വേർപെടലാണ് ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന്. അപ്പോ സംബന്ധത്തിൽ, പ്രവൃത്തിയിൽ, എല്ലാത്തിലും സാക്ഷി അവസ്ഥ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ദിവസവും ബാബ ഈ പ്രാക്ടീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. വളരെ കാലത്തെ അഭ്യാസം, വളരെ കാലം കൊണ്ട് നമ്മൾ ജ്ഞാനത്തിലൂടെ നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുണ്ടല്ലോ കേസ് എങ്ങനെയാണ് നമ്മൾ പതുക്കെ പതുക്കെ ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ബാബ നമ്മളെ പിന്നീട് ട്രസ്റ്റിയാക്കി മാറ്റി. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ചെയ്യുക തന്നെ വേണം, നേടേണ്ടതും നമ്മൾ തന്നെയാണ്. ട്രസ്റ്റിയായി കർമ്മം ചെയ്യാൻ ബാബ പഠിപ്പിച്ചു. എന്തെന്നാൽ ഭാരം അനുഭവപ്പെടരുത്. അധികാരിയുടെ സൂചനയിലൂടെ കർമ്മം ചെയ്യണം. അധികാരിയോട് സത്യമായിരുന്ന് കർമ്മം ചെയ്യണം. സമ്പാദ്യത്തിൽ ഒരിക്കലും നഷ്ടമുണ്ടാക്കരുത്. ബാബ പറയാറില്ലേ, ഞാൻ നിന്നെ നിമിത്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ബാബ നമ്മുടെ മെന്റാലിറ്റിയാണ് പരിവർത്തനപ്പെടുത്തുന്നത്. നമ്മൾ നിമിത്തമാണ്, ബാബ അധികാരിയാണ്. നമ്മൾ ഇൻസ്ട്രുമെന്റ് ആണ്, ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാബ ദിവസവും പറയാറുണ്ട്, പ്രാക്ടീസ് ചെയ്യൂ. ശരീരം ചെയ്യുന്നതാണ്, ആത്മാവ് ചെയ്യിപ്പിക്കുന്ന ആളാണ്. ബാബയുമായുള്ള ബന്ധത്തിൽ ബാബ ചെയ്യിപ്പിക്കുന്ന ആള്, നമ്മൾ നിമിത്തമായി ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് ഭാരരഹിതമായിരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജ്ഞാനത്തിന്റെ വിശേഷത തന്നെ ഇതാണ്. ഇത് പ്രവൃത്തി മാർഗത്തിന്റെ യോഗമാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുന്നവർക്ക് പോലും ഭാരരഹിതമായിരിക്കാൻ സാധിക്കില്ല. ചിലര് ചോദിക്കാറില്ലേ, അതായത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്, അപ്പൊ എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കൂ, ബാക്കി ആനന്ദിക്കൂ. പക്ഷെ വെറുതെ ഇരുന്നത് കൊണ്ട് അവർക്ക് ആനന്ദത്തിലിരിക്കാനായി സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ നേച്ചറിന് വിപരീതമാണിത്. ആത്മാവിന്റെ നേച്ചർ തന്നെ കർമ്മം ചെയ്യലാണ്. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് വരുന്നവർ, അവർക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും വാസസ്ഥാനം, ഏതെങ്കിലും വ്യക്തിയെ അവർക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളുകൊണ്ട് ആത്മാവ് ഭാരം ഫീൽ ചെയ്യും. പക്ഷെ ബാബ നോക്കൂ, എത്ര നല്ല വിധിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ചെയ്യേണ്ടത് നിങ്ങൾക്കാണ്. ഞാൻ എന്ന ഭാവവും കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് ആത്മാഭിമാനിയായി കർമ്മം ചെയ്യണം, ബാബയ്ക്ക് സമർപ്പിച്ച് ചെയ്യണം, ശ്രീമതമനുസരിച്ച് കർമ്മം ചെയ്യണം. അങ്ങനെ ബാബ ട്രസ്റ്റിയാക്കി നമ്മളെ മാറ്റി.
हम बाबा के तरफ से निमित्त ആരെല്ലാം ഗൃഹസ്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ ബാബ അവരെയെല്ലാം ട്രസ്റ്റിയാക്കി മാറ്റി. ये അതുകൊണ്ട് ഏത് കാര്യം വന്നാലും मैं बाबा के तरफ से निमित्त, അത് വ്യക്തിഗതമായ കണക്ക് വെച്ചിട്ടെടുക്കരുത്. चाहे आपका നമ്മൾ ബാബയുടെ ഭാഗത്തു നിന്നും നിമിത്തമാണ്. चाहे ഇതെന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങൾ വരുന്നത്, नौकरी संभालने का रोल, ഇതെല്ലാം ബാബയുടെ മുമ്പിലാണ് കാര്യങ്ങൾ വരുന്നത്. എന്തെന്നാൽ ഞാൻ ബാബയുടെ ഭാഗത്തു നിന്നും നിമിത്തമാണ്. वहाँ ट्रस्टीशिप बहुत जरूरी है. നിങ്ങൾക്ക് സേവനത്തിൽ റോൾ ഉണ്ടാവാം, तो बाबा ने और हल्का ജോലി बना दिया കാര്യങ്ങൾ നോക്കണം, कि आप मालिक नहीं, വീടും നോക്കണം, ബാബയുടെ വീടും നിങ്ങൾക്ക് നോക്കണം. डायरेक्शन वो दे रहा है. അവിടെയെല്ലാം ട്രസ്റ്റിഷിപ്പ് വളരെ ആവശ്യമാണ്. इंसान प्रवृत्ति से ബാബ നമ്മളെ വീണ്ടും കൂടുതൽ ട്രസ്റ്റിയാക്കി. होता है डिसीजन നീ അധികാരിയല്ല, ട്രസ്റ്റിയാണ്. ഡയറക്ഷൻ ബാബ തന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ से नहीं, കർമ്മം കൊണ്ടല്ല ഭാരിച്ചതാകുന്നത്. जो आपस ഭാരമുണ്ടാകുന്നത് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. स्वभाव संस्कार, അപ്പൊ നിങ്ങൾ നോക്കൂ, സൂക്ഷ്മത്തിൽ ये चीजें आत्मा को थकाते. കർമ്മം കൊണ്ടല്ല നമ്മൾ ക്ഷീണിക്കുന്നത്. तो बाबा ने हमें आपस പരസ്പരം സ്വഭാവ സംസ്കാരത്തിന്റെ ടക്കറിങ്സ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ കാര്യങ്ങളാണ് ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നത്. परिवार में भी आप रहते हैं या सेंटर में हम 3, 4, 10 बहनें रहती है, पर हम अलग ബാബ നമ്മളെ പരസ്പരം അലൗകിക ദൃഷ്ടിയോടുകൂടി ഇരിക്കാൻ പഠിപ്പിച്ചു. संबंध नहीं है, പരിവാരത്തിൽ ഇരിക്കുകയാണെങ്കിലും, मात्र साथ ഇപ്പൊ സെന്ററിൽ 3, 4 സഹോദരിമാര് ജീവിക്കുകയാണെങ്കിലും നമ്മൾ അലൗകികമാണ്. डायरेक्ट ഇപ്പോ നമ്മൾ അലൗകികമാണ്. है ना. कोई हम एक നമ്മുടെ കർമ്മബന്ധന സംബന്ധങ്ങളെല്ലാം നമ്മൾ നിമിത്തം മാത്രം കൂടെ ജീവിക്കുന്നു. വ്യക്തിഗത രീതിയിൽ तो ट्रस्ट ബാബയുമായി നമ്മൾ യോജിച്ചിരിക്കുകയാണ്. നമ്മൾ പരസ്പരം കണക്റ്റഡ് അല്ല. बने എല്ലാവർക്കും ഡയറക്റ്റ് ബാബയുമായിട്ടാണ് കണക്ഷൻ. ज्ञान से पहले के जीवन की जीवन അപ്പോൾ कहानी ट्रस्टी बाबा को लिख के दे दो. वो अज्ञान काल की जीवन അതുകൊണ്ട് ബാബ जैसी പറഞ്ഞിട്ടുണ്ട്, भी रही, क्योंकि वो तो बाबा ने माफ ജ്ഞാനത്തിൽ വരുന്നതിന് മുമ്പുള്ള ജീവിത കഥ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ. बच्चों ने पाप किए, विकारों അത് അജ്ഞാനകാലത്തിലെ ജീവിതമാണല്ലോ. അതെങ്ങനെയൊക്കെയാണെങ്കിലും, बाबा के बने हैं, तो इस जीवन का എന്തുകൊണ്ടെന്നാൽ ബാബ മാപ്പ് തന്നിട്ടുണ്ട്. ഹോ, അത് ഡ്രാമയാണ്. ജ്ഞാനമുണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾ കുട്ടികള് എന്ത് പാപകർമ്മം ചെയ്തോ, വികാരത്തിൽ മുങ്ങിക്കുളിച്ചുവോ. दे दो ताकि हल्के പക്ഷെ ഇപ്പോ നിങ്ങൾ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. मेरा जीवन ഈ ജീവിതത്തിന്റെ കഥ ज्ञान नहीं था, तो मेरा जीवन ये था. ജ്ഞാനത്തിന് വരുന്നതിന് മുമ്പുള്ള പൂർണ്ണമായ ജീവിത കഥ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ. അപ്പോൾ ഭാരരഹിതമാകും. अब मुझे ബാബയോട് പറയണം, ബാബ എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, अब आप ജ്ഞാനമുണ്ടായിരുന്നില്ല, എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. माना मैं जो कुछ करूं वो आपकी ഇപ്പോ श्रीमत അങ്ങ് എന്നെ അങ്ങയുടേതാക്കി മാറ്റി. ഇപ്പോ ആ ജീവിതം ഫുൾ സ്റ്റോപ്പ്. तो ഇപ്പൊ ഞാൻ തെറ്റുകൾ ചെയ്യില്ല. जीवन कहानी ഇപ്പൊ അങ്ങ് എന്ത് പറയുന്നുണ്ടോ അത് ഞാൻ ചെയ്യും. हल्के हो जाए. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അങ്ങയുടെ ശ്രീമതത്തിന് അനുകൂലമായിട്ടാണ് दृढ़ता ചെയ്യുക. रख ले, कुछ भी हो जाए, कोई पाप मुझे ഈ ജീവിതകഥ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ. അപ്പോൾ ഭാരരഹിതമായി न മാറും. वाणी से न कोई कर्मेंद्रिय से. और അലൗകിക ജീവിതത്തിലൂടെ ഈ ദൃഢത എടുക്കണം. എന്തു തന്നെ വന്നാലും संस्कार के रूप കർമ്മേന്ദ്രിയങ്ങൾ കൂടെ ഒരു പാപകർമ്മവും ഞാൻ ചെയ്യില്ല. വാക്കിലൂടെയോ तूफान കർമ്മേന്ദ്രിയങ്ങളിലൂടെയോ ഞാൻ ചെയ്യില്ല. आते हैं,
खोटे विचार आते हैं, പൂർവജന്മങ്ങളിൽ ഞാൻ ചെയ്ത किए हुए പാപകർമ്മങ്ങളുടെ कर्मों के ഭാരം फलस्वरूप कभी उदास रहते हैं, സംസ്കാര രൂപത്തിൽ ആത്മാവിലുണ്ടാകും. कारण भी नहीं पता है, पर മായയുടെ കൊടുങ്കാറ്റ് കൊണ്ടുവരും, വിചാരങ്ങൾ വരും, വേണ്ടാത്ത വിചാരങ്ങൾ വരും. कि तुम योग बल से पापों को भस्म, അതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലസ്വരൂപമായിട്ട് നമ്മൾ ഉദാസീനമാകും, ദുഃഖിതരാകും. കാരണമൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ അപ്സെറ്റ് സ്ഥിതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബാബ പറയാറുണ്ട്, യോഗ ബലത്തിലൂടെ നീ പാപങ്ങളെ ഭസ്മമാക്കൂ എന്ന്. प्रभाव संस्कार रूप में जो रिकॉर्डेड है, പിന്നീട് ശുദ്ധ സ്വരൂപത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കൂ, പിന്നീട് ബാബയെ ഓർമ്മിക്കൂ. ഈ അഭ്യാസത്തിലൂടെ तो सही अर्थ में പൂർവജന്മങ്ങളുടെ പാപങ്ങളുടെ പ്രഭാവം बाबा ने बताई, സംസ്കാര രൂപത്തിൽ എന്ത് റെക്കോർഡഡ് ആയോ जीवन की അത് जीवन कहानी ഭാരരഹിതമാകും, सच्चाई से लिख के അതെല്ലാം ഇല്ലാതാകും. इस अलौकिक जीवन में दृढ़ता रखें, യഥാർത്ഥാർത്ഥത്തിൽ पाप नहीं करने हैं और पूर्व जन्मों के पाप ഭാരരഹിതമാകാനുള്ള 3 വിധി ബാബ പറഞ്ഞിട്ടുണ്ട്. कारों को ഈ ജീവിതത്തിന്റെയും ജീവിതകഥ സത്യതയോടെ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ. realization ഈ അലൗകിക ജീവിതത്തിൽ ദൃഢത വയ്ക്കൂ, ഞാൻ പുതിയ പാപകർമ്മം ചെയ്യില്ല. करते हैं പൂർവ ജന്മങ്ങളുടെ പാപകർമ്മങ്ങളുടെ പതീത സംസ്കാരങ്ങളെ मेरा पिता ഇടയ്ക്കിടയ്ക്ക് യോഗബലത്തിലൂടെ पढ़ा रहा है, റിയലൈസ് ചെയ്യൂ. तो मैं कैसी होनी चाहिए, वो रोज യോഗബലത്തിലൂടെ നമ്മുടെ ശുദ്ധ സ്വരൂപത്തെ അനുഭവം ചെയ്യാം. तो वो पाप का ഞാൻ ആരുമായിട്ടാണ് ഇപ്പോൾ കണക്റ്റ് ആയിരിക്കുന്നത്, ആരാണ് എൻ്റേത്, ആരാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം ഞാൻ എങ്ങനെയായിരിക്കണം, लौकिक को अलग ഇതെല്ലാം ബാബയോടൊപ്പം റിയലൈസ് ചെയ്യണം. करते हैं, आप खुद तो अलौकिक है। അപ്പോൾ പാപത്തിന്റെ പ്രഭാവം ഇല്ലാതാകും. आज मधुबन में रहूं या सेंटर में सेवा में जाऊं या ट्रेन में ഈ അലൗകിക ജീവിതത്തിൽ 5 दिन गई हूं, पर मैं खुद तो अलौकिक हूं ना, ലൗകികത്തെ നിങ്ങൾ എന്തിനാണ് വേറെയാക്കുന്നത്? मैं तो നിങ്ങൾ എവിടെ ജീവിക്കുന്നു അത് അലൗകികമല്ലേ? ഇന്ന് മധുബനിൽ വസിക്കുന്നു, സെന്ററിൽ സേവനത്തിലേക്ക് പോകുന്നു, ട്രെയിനിൽ ഇരിക്കുന്നു, വീട്ടിലേക്ക് 5 ദിവസം പോയി. പക്ഷെ ഞാൻ സ്വയം അലൗകികമാണല്ലോ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും അലൗകികമാണ്. को भी ज्ञान स्वरूप बनकर ही हैंडल करना है। അതുകൊണ്ട് ലൗകികത്തിലിരുന്നാലും സെന്ററിലിരുന്നാലും അലൗകിക പരിവാരത്തിലിരുന്നാലും നമുക്ക് 2 രൂപങ്ങളില്ല. सेवा कारोबार में कहीं भी मुझे ലൗകികത്തെയും ജ്ഞാനസ്വരൂപത്തിലൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ट्रस्टीशिप समर्पण भाव, ലൗകികം അലൗകികം തന്നെയാണല്ലോ. और ये सब कुछ ഒരിക്കലും സമ്പാദ്യത്തിൽ നഷ്ടമുണ്ടാക്കരുത്. നമ്മുടെ ട്രസ്റ്റിഷിപ്പും സമർപ്പണ ഭാവനയും ഉണ്ടായിരിക്കണം. और हल्का होने की विधि कि अल्टीमेट आखिर तो योगी ही मुझे बनना है। ഇതെല്ലാം ചെയ്തുകൊണ്ടും सेवा सेंटर का कारोबार, ഇനി അഥവാ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ഇനി വേറിടാനുള്ള അടുത്ത വിധി, ये सब कुछ എനിക്ക് അൾട്ടിമേറ്റായി യോഗിയായിട്ട് മാറണം. सबको योगी बनाने के लिए ही कर। സേവനം, സെന്ററിലെ കാര്യങ്ങൾ, आज हम अनेक സേവനത്തിന്റെ കാര്യങ്ങൾ, ഗീതാ പാഠശാല, എന്തൊക്കെ ആയിക്കോട്ടെ, हम बाबा के यज्ञ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? साथी हैं। എല്ലാവരെയും യോഗിയാക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? आप നമ്മൾ ഏതെങ്കിലും സെന്റർ തുറക്കുന്നു, चला रहे हैं, സെന്റർ നടത്തുന്നു, ये सब कुछ हम किस लिए कर रहे हैं? നമ്മൾ ബാബയുടെ യജ്ഞത്തിന്റെ സഹയോഗികളാകുന്നു. ध्येय क्या है? कोई लौकिक ध्येय तो नहीं है ना? कि ഇപ്പൊ सेवा നിങ്ങൾ के ഗീതാ द्वारा പാഠശാലയൊക്കെ पाठशाला നടത്തുന്നുണ്ടാവാം. चला के ഇതെല്ലാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഉദ്ദേശം എന്താണ്? ना कोई धन इकट्ठा करना है, ना कोई हमें नाम ലൗകിക ഉദ്ദേശമൊന്നുമില്ലല്ലോ. हम ये सब कुछ സേവനത്തിലൂടെ इसलिए कर रहे हैं कि बाबा പാഠശാലയെല്ലാം നടത്തി सब
सबको बाबा നമുക്ക് വ്യക്തിഗതമായ സ്വാർത്ഥതയും ഒന്നുമില്ലല്ലോ. जो शुद्ध ध्येय നമുക്ക് से പൈസയെല്ലാം सेवा करेगा, സമ്പാദിച്ചു കൂട്ടുക, वो कभी പേരും പ്രശസ്തിയും ഉണ്ടാക്കുക, ഇതൊന്നുമല്ലല്ലോ. നമ്മൾ ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? എല്ലാവരെയും ബാബയുമായിട്ട് യോജിപ്പിക്കാനല്ലേ ബാബ പറയുന്നത്. अल्टीमेट उनका लक्ष्य है कि ये सेवाओं के द्वारा भी ലൗകികപരമായ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ഭാരമുണ്ടാക്കും. നമുക്കൊന്നും വേണ്ട. അതിലൂടെ നമുക്ക് യാതൊരു ആഗ്രഹവുമില്ല. അൾട്ടിമേറ്റായ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സേവനത്തിലൂടെ എല്ലാം द्वारा योग में എനിക്ക് അൾട്ടിമേറ്റായി യോഗിയായിട്ട് മാറണം. कि सेवा में बाबा की सेवा, सेवा में मदद का अनुभव बाबा याद, യോഗവും പുരുഷാർത്ഥവും മാത്രം എത്ര കാലം ചെയ്യും? को हल्का कर। സേവനത്തിലൂടെ യോഗത്തിലേക്ക് പോകണം. तो अल्टीमेट लक्ष्य क्या है? സേവനത്തിലാണ് ബാബയുടെ സേവ. അങ്ങനെ ബാബയുടെ സഹായത്തിന്റെ അനുഭവം, ബാബയുടെ ഓർമ്മയുടെ അനുഭവം, ഇതെല്ലാം മറ്റാത്മാക്കളെയും ഭാരരഹിതമാക്കും. बाकी तो आप देखो पूरे അൾട്ടിമേറ്റായ ലക്ഷ്യം എന്താണ്? അത് യോഗിയായിട്ട് മാറലല്ലേ? भोगी हैं, वियोगी हैं, ഈ ഒരു ജന്മത്തിൽ തന്നെയാണ് ഈ അവസരം കിട്ടുന്നത് യോഗിയാകാൻ. तो ये ബാക്കി നിങ്ങൾ നോക്കൂ മുഴുവൻ ഡ്രാമയിൽ എന്താണുള്ളത് എന്ന്. करे कि आखिर मुझे क्या बनना है। ഭോഗി, വിയോഗി. बाबा भी पक्का कराते हैं ना, तुम ഇപ്പോൾ മാത്രമാണ് അവസരം കിട്ടുന്നത് യോഗിയാകാൻ. वैरागी हो। ഈ ലക്ഷ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പക്കയാക്കണം. എനിക്ക് എന്തായി തീരണം? राजयोगी हो। ബാബയും നമ്മളെ കൊണ്ട് പക്ക ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. നീ രാജഋഷിയാണ്, പരിധിയില്ലാത്ത വൈരാഗിയാണ്, നീ പരിധിയില്ലാത്ത സന്യാസിയാണ്, आज बाबा ने कहा നീ യോഗി ആത്മാവാണ്, രാജയോഗിയാണ്. ബാബ നോക്കൂ എത്ര തപസ്വിയാണ്. ഈ പാഠം എത്ര പക്കയാക്കി. से बुद्धि योग जुड़ा हूँ। അവ്യഭിചാരി യോഗത്തെക്കുറിച്ച് ബാബ എന്ന് പറഞ്ഞുവല്ലോ. അവ്യഭിചാരി പ്രേമം ബാബയോടുണ്ടായിരിക്കണം. खुद खुद से रोज पक्का कर ദേഹത്തിന്റെ സർവസംബന്ധങ്ങളും പൊട്ടി कि मुझे ये ബാബയോടൊപ്പം ഒരു സംബന്ധം വെക്കുക. योगी बनना है ना। ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടിക്കലി ചെയ്യണമല്ലോ. साकारी आकारी कोई भी देवता से बुद्धि योग। സ്വയത്തോട് ദിവസം പക്ക ചെയ്യേണ്ട കാര്യങ്ങളാണിത്. എനിക്കിത് ചെയ്യേണ്ടത് തന്നെയാണ്. എനിക്ക് അവ്യഭിചാരി യോഗിയായിട്ട് മാറണം. न सिर्फ ഇന്ന് ബാബ പറഞ്ഞുവല്ലോ, സാകാരി ആകാരി. ഒരു ദേവതയുമായിട്ട് ബുദ്ധിയോഗം വെക്കരുത്. पर ये लगन और लक्ष्य മറ്റാരുമായിട്ടും ബുദ്ധി വെക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. तो നിരാകാരനുമായിട്ടല്ലേ മനസ്സ് വെക്കേണ്ടത്. देंगे नहीं, अटकेंगे नहीं ഒറിജിനലി നമ്മളും നിരാകാരൻ തന്നെയാണ്. कि मुझे अल्टीमेट योगी बनना। ഈ ലഹരിയും ലക്ഷ്യവും വേണം. ज्ञान में कहा, किसमें मुरली में कहा कि योग में बैठते हैं और ज्ञान की बात याद आती है നിങ്ങൾ എവിടെയും तो भी वो ബന്ധിക്കപ്പെടില്ല, എവിടെയും കുടുങ്ങില്ല. എനിക്ക് അൾട്ടിമേറ്റ് യോഗിയാകണം. है ना। मैं पूरा ബാബ എന്ന വരദാനത്തിലും പറഞ്ഞു, ഏതൊക്കെ മുരളിയിലും പറഞ്ഞിട്ടുണ്ട്. एक बाबा के യോഗത്തിലിരിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അത് ആക്യുറേറ്റ് ആയ യോഗമല്ല. ही याद रहे। और बाबा ने कहा ना, ज्ञान की बात याद करना और ഞാൻ പൂർണ്ണമായും ഉൾവലിച്ച് स्थिति में रहना। ബാബയിലേക്ക് ഫോക്കസ് ആകണം. बनती है तो बार बार ബാബ മാത്രം, ബാബ മാത്രമേ ഓർമ്മയുണ്ടാകാവൂ. पड़ता है, फिर आप ബാബ പറയാറില്ലേ, में रहते। ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ ഓർമ്മിക്കുക, लगता है बुद्धि भटक അത് സ്വരൂപത്തില് ഇരിക്കലാണ്. संकल्प आना, तो फिर वापस वो स्मृति സ്ഥിതി ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് कि प्यार में दिल ചിന്തയുടെയോ जाता है। ഓർമ്മയുടെയോ കാര്യമില്ല, അത് അനുഭൂതിയുടെ കാര്യം മാത്രമാണ്. तो वो प्यार ബുദ്ധി അലയാൻ തുടങ്ങുമ്പോൾ മറ്റ് സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ആ സ്മൃതി വരും.
और वो भक्तों ने करके दिखाया। ബാബ പറയാറില്ലേ, സ്നേഹത്തിൽ ഹൃദയം അങ്ങോട്ട് ലയിക്കണം, सभी भक्त അങ്ങനെ ആത്മാവ് अनुपस्थित അധിഷ്ഠിതമാകണം. दिखाए। ആ ഒരു സ്നേഹം, सबकी ബാബയോടുള്ള कहानियां पढ़ी, ആ ഒരു भक्त तो സ്നേഹം. ग्रस्त में रहने वाले ही थे, पर लगन ഭക്തിയിൽ അത് ऐसी ഭക്തർ थी ചെയ്ത് കാണിച്ചിട്ടുണ്ട്. कि वो लोग चमत्कारी बन गए। എല്ലാ ഭക്തരും ഗൃഹസ്ഥിയാണല്ലോ, അവർ तो ചെയ്ത് हम भी तो കാണിച്ചിട്ടുണ്ട്. बन सकते हैं ना। हमारे पास तो सत्य ज्ञान है। എല്ലാ കഥകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. अभी हम പക്ഷേ जितना ഗൃഹസ്ഥികളായ लगन ഭക്തര് होना चाहिए, ഇത്രയും ലഹരി ताकि ഉണ്ടായിരുന്നു, वो അവർ बात ഇത്രയും करें। തിളക്കമുള്ളവരായിട്ട് മാറി. पर बुद्धि നമുക്കുമാകാൻ സാധിക്കുമല്ലോ. നമ്മുടെ പക്കൽ സത്യമായ ജ്ഞാനമുണ്ട്. लास्ट बाबा जो कहता है कि അപ്പൊ നമ്മൾ എത്രത്തോളം ലഹരിയിൽ മുഴുകണം. തീവ്രതയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. वो तो अपने ബുദ്ധി അങ്ങനെ എല്ലാത്തിൽ നിന്നും വേർപെടണം. लगन से चलते रहे। അവസാനം ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, जो भी आप मध्य युग के देखिए जो भक्त हुए, ഭക്തർക്ക് ഭാവിയെക്കുറിച്ചൊന്നും അറിയില്ല ഈ ലോകത്തിന്റെ. इवन जो धर्म स्थापक ഈ നടക്കുന്ന ജീവിതത്തിൽ തന്നെ അവർക്ക് ഇത്രയും ലഹരിയുണ്ട്. फिर भी वो लगन മധ്യയുഗത്തിൽ से നിങ്ങൾ बने। നോക്കൂ, എത്ര ഭക്തര്. हमारे बाबा ब्रह्मा बाबा भी क्या थे? ധർമ്മസ്ഥാപകർ നോക്കൂ, അവരും എന്താണെന്ന്. तो हमारी लगन क्या है? इंटरनली എന്നാലും അവർ ലഹരിയോട് കൂടിയല്ലേ ആയിത്തീർന്നത്. बार बार अपने लक्ष्य को നമ്മുടെ ബ്രഹ്മാബാബയും पूरा എന്തായിരുന്നു? करेंगे। देखो बाबा ने तो अलौकिक आधारों से भी हमें डिटैच, നമ്മുടെ ലഹരി എന്താണ്? धीरे धीरे ഇന്റേണലി നമ്മൾ എന്താണ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത്? भी बाबा की समेटती गई है। बाबा ने ഇടയ്ക്കിടയ്ക്ക് उससे നമ്മൾ भी നമ്മുടെ हमें तो ലക്ഷ്യത്തെ न्यारा എത്രത്തോളം പക്കയാക്കുന്നുവോ നോക്കൂ. कैसे अव्यक्त पालना में बाबा ने अपना ബാബ पाठ നോക്കൂ, कैसे അലൗകിക समेट ആധാരത്തിലൂടെ നമ്മളെ ഡിറ്റാച്ച് ആക്കി. പതുക്കെ हमें പതുക്കെ पाँव पर करते गए, बाबा न्यारे होते गए, പാലനയും നോക്കൂ, है ना। अलौकिक അതും आधार ഉൾവലിച്ചു. അങ്ങനെ भी അതിൽ बाबा നിന്ന് ने പോലും നമ്മളെ आधारित ഡിറ്റാച്ച് नहीं ആക്കി. किया। हमें धीरे അവ്യക്ത धीरे പാലനയിൽ पाँव पर ബാബയുടെ പാർട്ടും നോക്കൂ, ബാബ എത്ര പിൻവലിച്ചു. तो स्वयं पर हो जाना, ബാബ നമ്മുടെ സ്വന്തം കാലിൽ നിർത്തിയിട്ട് ബാബ आत्मिक വേറിട്ടു. रूप से भी कहीं हम आधारित न रहे। അലൗകികത്തിൽ പോലും स्थिति ബാബ ഒരു ആധാരിതമാക്കി മാറ്റിയില്ല. പതുക്കെ പതുക്കെ സ്വന്തം കാലിൽ നിർത്തി. भारीपन है। जब अपने पाँव पर है, സ്വയത്തിലേക്ക് अपनी വരിക. शक्ति अपनी लगन पर है, ആധ്യാത്മിക രൂപത്തിൽ നമ്മൾ എവിടെയും ആധാരിതമാകരുത്. ഇതിനെയാണ് ലൈറ്റ് സ്ഥിതി എന്ന് പറയുന്നത്. बाबा कहते हैं ना, साक्षात्कार मूर्त बनेंगे। നിങ്ങൾ എവിടെ ആശ്രയിക്കുന്നുണ്ടോ നിങ്ങൾ അവിടെ ഭാരിച്ച അവസ്ഥയുണ്ടാവും. साक्षात्कार मूर्त നിങ്ങൾ സ്വന്തം കാലിലാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശക്തിയിലാണെങ്കിൽ, ബലത്തിലാണെങ്കിൽ लोग अनुभव അപ്പോൾ करेंगे, साक्षात्कार करेंगे, ഭാരമില്ലാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ഭാരമില്ലാത്തവരാണല്ലോ സാക്ഷാത്കാരം മൂർത്തായിട്ട് മാറുക. होता है। हमें അപ്പോൾ തിളക്കമുള്ളവരാകും. मगन होना होता है। സാക്ഷാത്കാരമൂർത്തി, തിളക്കമുള്ളവര്, രണ്ടും ഒരുമിച്ചിട്ടാണ്. അപ്പോൾ മനുഷ്യന് അനുഭവം ഉണ്ടാകും. गहराई से അവർ ഇതിന്റെ പ്രാപ്തിയുടെ അനുഭവം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കേവലം ലഹരിയിൽ മുഴുകിയിരിക്കുക മാത്രം ചെയ്യും. बनने का है। ശാന്തമായിരുന്നു കൊണ്ട്, ആഴത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. तो अनावश्यक ലക്ഷ്യം തന്നെ യോഗിയാകുന്നതിൻ്റെതാണ്, में പറക്കുന്നതിൻ്റെതാണ്, जाना, ഉയർന്നു പോകുന്നതിൻ്റെതാണ്. अनावश्यक जवाबदारी, അനാവശ്യമായ കാര്യങ്ങളിൽ ബുദ്ധിയെ കൊണ്ടുപോവരുത്. सब कुछ करते हुए आवश्यक അനാവശ്യമായ ഉത്തരവാദിത്തങ്ങളിൽ പോയി കുടുങ്ങരുത്. कैसे लाइट न्यारा എല്ലാം ചെയ്തുകൊണ്ടും, ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും എങ്ങനെ ലൈറ്റായി വേറിട്ട് ഭാരരഹിതമായിരിക്കണം. आप देख रहे हैं സംഗമയുഗത്തിന്റെ സമയം कि बाबा अपना ഇപ്പോഴാണ്.
पूरा നിങ്ങൾ कर എല്ലാവരും रहे हैं, കാണുന്നുണ്ടല്ലോ ബാബ തന്റെ तभी പാർട്ട് वो अपने पाँव पर है। പൂർത്തീകരിച്ച് എപ്പോ വരേക്കും हम നമ്മുടെ डायरेक्ट സ്വന്തം बाबा കാലിലുണ്ടോ से ഇല്ലയോ? कितना ले सकते हैं? നമുക്ക് ഡയറക്റ്റ് ബാബയിൽ നിന്നും എത്രത്തോളം എടുക്കാൻ സാധിക്കുന്നുണ്ട്? बुद्धि की लाइन क्लियर, ഇത്രയും ബുദ്ധിയുടെ ലൈൻ ക്ലിയർ श्रीमत के ആയിരിക്കണം. अनुकूल അത് निर्णय ശ്രീമതത്തിന്റെ बुद्धि में आवे। അനുസരിച്ചുകൊണ്ട് ये ബുദ്ധി दिव्य നിർണയത്തിലേക്ക് विवेक വരണം. हम प्राप्त कर ले, क्योंकि आखिर ഇനി आगे तो മുന്നോട്ട് अब वही പോകവേ ആ पार्ट പാർട്ടാണ് चलेगा। ഇനി വരുന്നത്. किसी को जो जहाँ ഏത് जिस പരിതസ്ഥിതിയിലാണെങ്കിലും परिस्थिति में होगा, उससे डायरेक्ट बाबा ബാബയിൽ से നിന്നും touchings ടച്ചിങ്സ് लेते എടുക്കണം. हैं। दिव्य ദിവ്യ बुद्धि ബുദ്ധിയിൽ से ही കൂടെ निर्णय നിർണയമെടുക്കണം. करते हैं। പരിഭ്രമിക്കേണ്ട घबराने की കാര്യമില്ല. बात नहीं പക്ഷേ है, पर बाबा ബാബയിൽ से നിന്നും डायरेक्ट ഡയറക്റ്റ് हम अपना बुद्धियों ബുദ്ധിയെ നമുക്ക് ക്ലിയർ ആയിട്ട് യോജിപ്പിക്കാൻ സാധിക്കും. और उसके लिए ही അങ്ങനെ എല്ലാ കാര്യത്തിൽ നിന്നും വേറിട്ടിരിക്കാം. और जब അവശ്യ കാര്യങ്ങളിൽ रहना है तो व्यर्थ നമ്മൾ में जाने का तो വേറിട്ടിരിക്കുക. सवाल ही ബാക്കി വ്യർത്ഥ കാര്യങ്ങളുടെ ചോദ്യമേ ഇല്ലല്ലോ. ഓം ശാന്തി.